താങ്കൾ ഇന്ന് ഗസ്റ്റ് ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ച് ഉണ്ട് എന്ന് കൺഫർമേഷൻ കിട്ടിയപ്പോ മാത്രം വന്ന ഒരാൾ ഇവിടെ ഉണ്ട്. കൊള്ളാട്ടെ, നമ്മളൊക്കെ ഉള്ളെങ്കിൽ വരില്ല. പാവം മിസ്റ്റർ അർജുൻ സുന്ദരേശൻ. ഈ നോൺ സിഗ്മ ലൈഫ് എങ്ങനെയുണ്ട്? Sigma to Pookie, him also Pookie. Everybody is Pookie. He is always Pookie. Pookie only. Every time Pookie. He was the Sigma. Pretending to be Really a Pookie. അവരെ പുള്ളി റഷ്യ എന്നൊക്കെ വിളിക്കും. ഞങ്ങളെ ആശംസ വീഡിയോ ഒക്കെ എടുക്കാൻ മാത്രമേ എടുത്ത് അയച്ചു കൊടുക്കാനാ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോഴും ആശംസ വീഡിയോ എടുക്കാനായിട്ട് കോൾ വരുമോ? മൂടല്ലേ ഇത്? മൂഡ് ആശംസ അങ്ങനെ വരാറുണ്ട്. മൂഡ് ആശംസയോ? ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ ഒരു ഭയങ്കര കട്ടിയുള്ള പേര്. ഞാൻ ചെയ്യില്ല. ജിലാഷ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഓണ പ്രോഗ്രാം ജിലാഷ്. slowly தான் எனக்கு அந்த பேஷன் வந்தது. எஸ்பெஷலி லீட் ஆக்ட் எனக்கு ஒரு என்னாச்சு അവനെ കളിയാക്കുന്നത് കിண்டൽ പண்றது. ஓகே ஓகே இந்த பையனை ஓகே உங்க பேர் வச்சு. ஓ அம்மம்மா ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ വരാൻ പോകുന്നത് ഒരു സാധാരണ ഇന്റർവ്യൂ അല്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ ലവ് സ്റ്റോറിയെ പറ്റിയല്ല, അല്ലേ ഗൈസ്? മേനെ പ്യാർ കിയ ടീമാണ് എന്റെ കൂടെ. ലൈറ്റ്സ് ക്യാമറ ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങളെ പോലെ തന്നെ വൺ ഓഫ് എ കൈൻഡ്. മേനെ പ്യാർ കിയ വൺ ഓഫ് എ കൈൻഡ്. വൺ ഓഫ് ഐ മുടി ഒന്ന് മാറ്റു. വൺ ഓഫ് എ കൈൻഡ്. അതാണ്. കണ്ടില്ലേ പത്തച്ചാ? ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. യുനോ വൈ? ഈ പറഞ്ഞ മാതിരി മേനെ പ്യാർ കിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോ ഹൃദു നിൽക്കുന്നു, നായിക നിൽക്കുന്നു, രണ്ടുപേരും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഇത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ലവ് സ്റ്റോറി അല്ല എന്ന് പറയുന്നു. പക്ഷെ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഞാൻ കേട്ടത് മുഴുവൻ ഇത് പക്ക കോമഡി സെറ്റപ്പ് എന്ന്. സത്യത്തിൽ എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഒന്നില് ഉറച്ചു നിൽക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഏതെങ്കിലും ഒന്ന് രണ്ടും അഞ്ചിലും കൂടെ കാലി വെക്കില്ല. അല്ല, ഇത് ശരിക്കും കംപ്ലീറ്റ് പാക്കേജ്. പറഞ്ഞതെല്ലാം ഉണ്ട് പടത്തില്. ലവ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ലവ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുറെ സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്. How does it feel with you ഈ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഇരിക്കുമ്പോ? സൂപ്പർ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാം, കുറച്ചുപേരെ അറിയാം. എനിക്ക് അധികം പരിചയം. എനിക്ക് ഇവരെ മീറ്റ് ചെയ്തൊക്കെ മുന്നേ എനിക്ക് 2-3 പേരെ അറിയാം. അപ്പൊ ഞാൻ ജാടുള്ള ടീംസിനെ മീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഫൈസലൊക്കെ പറഞ്ഞു വലിയ വലിയ ആൾക്കാർ ജാടൊക്കെ ആയി മീറ്റ് ചെയ്യപ്പോ നമ്മളെല്ലാം പൂക്കി കുട്ടന്മാര്, നമ്മളെ പോലെ തന്നെ എല്ലാ ചക്കര കുട്ടന്മാര്. Sigma to Pookie, not only him Pookie, him also Pookie. Everybody is Pookie. He is always Pookie. Every time Pookie. He is never a Sigma. He is Pookie only. He was the Sigma. he was Just pretending. pretending to be Really a അയ്യോ, Pookie. അത് ആ സത്യമൊക്കെ പൊളിഞ്ഞു വീണ് ഇവിടെ. അത് ആ നഗ്ന സത്യങ്ങളൊക്കെ പൊളിഞ്ഞു വീണിട്ട് ഏതാണ്ട് 1 വർഷത്തോളായി അല്ലേ? മിസ്റ്റർ അർജുൻ സുന്ദരേശൻ. ഈ നോൺ സിഗ്മ ലൈഫ് എങ്ങനെയുണ്ട്? സുഖമുണ്ട്. ഇപ്പോഴും ആൾക്കാരില്ലേ അർജുൻ അടിച്ചാൽ ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഫുഡ് കഴിക്കാൻ നിന്നടുത്ത് വന്ന് ഞങ്ങളെയൊക്കെ പറ്റിച്ചിട്ട് പോയല്ലേന്ന് ആദ്യമായിട്ട് ഒരാള് ഫുൾ നെയിം പറഞ്ഞു, അർജുൻ സുന്ദരേഷ് എന്നുള്ള ഫുൾ നെയിം പറഞ്ഞു. പിന്നെ എന്തിനാ ഈ സോഷ്യൽ മീഡിയയിൽ സിഗ്മ എന്നൊക്കെ വിളിച്ച് പറഞ്ഞേ പറ്റില്ലെങ്കിൽ? അതൊക്കെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം. അല്ലേ? അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. നമ്മളെല്ലാരും ഓരോ സമയത്ത് ഓരോ മൂഡല്ലേ. പെട്ടുപോയി എന്നൊക്കെ. വെറുതെ ഒരു പോഡ്കാസ്റ്റിന് പോകുന്നു അല്ലേ? അല്ല, അതിനു മുമ്പേ ഞങ്ങൾക്ക് 1 വർഷം മുന്നേ അറിയാനും എന്നെ പോഡ്കാസ്റ്റിലൊന്നും അല്ല പരിചയപ്പെട്ടത്. ഓ, അതിനും മുന്നേ, അതുക്കും മുന്നേ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഈ നോൺ സിഗ്മ ലൈഫ് ഉണ്ടല്ലോ? അതായത് താങ്കളെ എന്താ പറയാ, താങ്കളെ റോൾ മോഡലായി കണ്ട് സിഗ്മ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോഴും ചിലപ്പോ അത് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അമ്മർക്കൊക്കെ ലൈനുണ്ട്. അവരും പൂക്കിയാ കൺവേർട്ട് എല്ലാരും എല്ലാരും പൂക്കിയാണ്. 4 മില്യൺ പൂക്കി. അതെ. How do you know that? ഈ സിഗ്മ എന്ന് പറഞ്ഞ നടക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതെ, ഞാൻ പറയാം ജെനുവിൻ സിഗ്മ ഇല്ല. അതായത് പ്രേമം വർക്കാവാത്ത കുറച്ച് പേര് പിന്നെ സിഗ്മയായി മാറുന്നു. പിന്നെ വീണ്ടും നല്ല അനുഭവമുള്ള പോലെയാണല്ലോ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൂനെ ബി പ്യാർ കിയാ? എന്ത് വെച്ചാൽ അങ്ങനെ പറയാനാ പറഞ്ഞേക്കുന്നത് ഇവിടുന്ന്. മേനെ പ്യാർ കിയ സിനിമയുടെ പേര് ഇടക്കിടക്ക് നമ്മുടെ ആവശ്യം അതാണല്ലോ അല്ലേ? നമുക്ക് പറയുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ നമ്മള് പേരിടക്കിടക്ക് ഓർത്തിരിക്കണല്ലോ. മേനെ പ്യാർ കിയയിലെ ആ പ്യാർ പ്രീതി മുകുന്ദൻ താങ്കൾ ഇന്ന് ഗസ്റ്റ് ലിസ്റ്റിലുണ്ടോ എന്ന് ചോദിച്ച്
ഉണ്ട് എന്ന് കൺഫർമേഷൻ കിട്ടിയപ്പോ മാത്രം വന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ആര്? ക്യാമറ കണ്ടോ? പ്രീതി ഉണ്ടോ? എന്നാ ഞാൻ വരാം, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്. നമ്മളൊക്കെ ഉള്ളെങ്കിൽ വരില്ല. അങ്ങനെ പറഞ്ഞു, സത്യമായിട്ടും പറഞ്ഞു. കുഴപ്പമില്ലട്ടാ, സത്യമായിട്ട് പറയണല്ലോ. നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ അല്ലെ? അത്ര ഫാൻ ബേസ്. ഹൗ ഡു യു ഹാൻഡിൽ ദിസ്? റിപ്ലൈ കൊടുക്കുന്നു. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ഒരു ദിവസം എത്ര DM വരും? പറ്റില്ല, ബ്ലോക്ക് ആയി കിടക്കാൻ തോന്നല്ലേ മെസ്സേജ്. അല്ല, അവളോ അല്ലേ, അവളോ ഇല്ല. ബട്ട് വരും. അതാ മുഖത്ത് ബ്ലഷിംഗ് കണ്ടറിയാൻ വരുന്നുണ്ട്. எனக்கு என்ன சொல்றதுன்னு தெரியல. How did this happen? மேனே प्यार किया. ஒன்றும் இல்லை, ஆசை கூட முன்னாடியே ஃபைசு சேட்டா வந்து இந்த கேரக்டர் அவர் என்கிட்ட என்ன சொன்னாருன்னா, இந்த கேரக்டரோட கண்ணில் ஒரு சோகம், அது மலையாளத்துல எப்படி எனக்கு தமிழ் தெரியும், அந்த மாதிரி தமிழ் நம்ம செகண்ட் லாங்குவேஜ். ஸோ அந்த மாதிரி ஒரு கேரக்டர் வேணும், அதுக்கு கரெக்டா பர்ஃபெக்டா இருந்தேன் அப்படின்னு சொல்லி சாங் ரிலீஸ் ஆனதுக்கு அப்புறம் கான்டாக்ட் பண்ணி நரேஷன் முடிச்சு டைரக்டா. Okay, this is your first movie in Malayalam, no? അപ്പം first is always special, no? അപ്പോൾ ഫസ്റ്റ് ഇതാവട്ടെ എന്ന് തീരുമാനിക്കാൻ you should have ഒരു exciting factor അല്ലേ? What is that? നമ്മളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ സെൻസേഷൻ, യൂട്യൂബ് സെൻസേഷൻ. പ്രീതി ഫസ്റ്റ് ഫസ്റ്റ് വന്ന ആള്. പ്രീതി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ സോഷ്യൽ മീഡിയ ടിക്ടോക്ക് സെൻസേഷൻ. ഇതിക്ക് മേലെ വേറെ എന്നാ വേണം? അപ്പൊ പ്രീതി ശരി സത്യത്തിൽ അപ്പൊ പിന്നെ ഋതു എന്തിനാണ് എന്റെ ക്യാമറമാനെ ചീത്ത പറഞ്ഞത്? താങ്കളും അങ്ങനെ തന്നെയല്ലേ പേർക്ക് വിളിക്കുന്നത്? എന്തിന് എന്റെ ടീമിന്റെ ചീത്ത പറഞ്ഞ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും പ്രീതിയാണ് ഫസ്റ്റ് കാസ്റ്റ് ആണോ? ഞങ്ങളൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ്. எனக்கு நரேஷன் புரியல, நான் ட்ரஸ்ட் பண்ணி வந்தேன், எல்லாரும் அப்படியே ட்ரஸ்ட் பண்ணி. നരേഷൻ പുരിയില്ലയാ? ഡീറ്റെയിൽ ആയിട്ട് പുരിയല്ലേ? വളരെ ഞങ്ങൾ ഡയറക്ടർ കട്ട് വെച്ച് സംസാരിക്കത്തുള്ളൂ. ഇവിടെ വരുന്നത് അപ്പൊ പുരിയല്ലേ, പിന്നെ ലൊക്കേഷനിൽ വന്നപ്പോ പുരിയത്. சோ அது நிறைய ட்விஸ்ட் டர்ன் அன்பிரெடிக்டபிள் ஸ்டோரி லைன் மாதிரி இருக்கு. ഓക്കെ, என்னோட கேரக்டர் எனக்கு புரிஞ்சது. അതെ, പിന്നെ ഒരുപാട് ലെയർ ഉണ്ട് ക്യാരക്ടർ, ഡീപ്പാ இருந்தது സ്റ്റോറി. ഈ ആസക്കൂടെ സോങ് ഉണ്ടല്ലോ, അതായത് നമുക്ക് മേനെ പ്യാർക്കിയുടെ ഫസ്റ്റ് ന്യൂസ് ഒക്കെ വരുമ്പോൾ അതില് ആസക്കൂടെ വൈറൽ സോങ്ങിലെ നായിക മലയാളത്തിലേക്ക്, മോളിവുഡിലേക്ക്, അങ്ങനെയാണ് ന്യൂസ് വന്നിരുന്നത്. യു ഹാവ് എ സോങ്, ദ ഹോൾ വേൾഡ് ഇസ് ഡാൻസിങ് വിത്ത് യു. അതുണ്ടല്ലോ, അതൊരു ഫീൽ ആണല്ലോ. അതായത് പാട്ട് തമിഴാണ്, പക്ഷെ മലയാളിയും തമിഴിനും എല്ലാവരും ദ ഹോൾ വേൾഡ് ഇസ് ഡാൻസിങ്. എങ്ങനെയുണ്ടായിരുന്നു? சுத்தமா எக்ஸ்பெக்ட் பண்ணல. எனக்கு சின்ன வயசுல இருந்து டான்ஸ்னா ரொம்ப பிடிக்கும். ஸோ எல்லாரும் என்ன டான்ஸ்க்காக என்ன ரெக்கக்னைஸ் பண்ணது ரொம்ப நல்லா இருந்துச்சு. வெரி கிரேட்ஃபுல். 4 വയസ്സ് തൊട്ടോ? 4 வயசுல இருந்து ட்ரெயின் பண்ணிட்டு இருக்கேன். അല്ല, പക്ഷെ ഓൾറെഡി യു ആർ ഇൻ സിനിമ, എന്നിട്ട് അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോക്ക് വിളിക്കുമ്പോ നോട്ട് എവ്രിബഡി ചൂസ് ഇറ്റ് അല്ലേ? അതെങ്ങനെ, എന്താ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം? எனக்கு டான்ஸ் பிடிக்கும், அதனால எனக்கு மியூசிக் வீடியோவும் நிறைய பிடிக்கும். ஏன்னா அவங்க சொன்ன இன்ஸ்பிரேஷன் அந்த அந்த ஒரு இன்டர்நேஷ்னல் மியூசிக் வீடியோ, அதுதான் இன்ஸ்பிரேஷன் சொன்னாங்க. அந்த வீடியோஸில் நிறைய டான்ஸ் இருக்கும், எனக்கு அது ரொம்ப பிடிச்சது. ஸோ நான் ബിഗിനിങ് സ്റ്റേജസിൽ ഞാൻ ഇവ്വളോ സെലക്റ്റീവായി യോസിക്കില്ല എനിവേ. സോ ഓക്കെ പണി. പക്ഷെ ഇത് ഭയങ്കര വൈറലായല്ലോ. അപ്പൊ അത് കാണുന്നവരും ഈ പറഞ്ഞ പോലെ പ്രീതി മുകുന്ദൻ ഫാൻസ് വന്നത് ആസക്കൂടെ സോങ്സ് എന്നാണല്ലോ. ഇപ്പൊ ഈ ഒരുപാട് റിവ്യൂസ് കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് കോമെന്റ്സ്, ഒരുപാട് DMs വന്നിട്ടുണ്ടാവും. ഇതിൽ ഒരു സംതിങ് ടു ചെറിഷ് എന്നൊക്കെ പറയില്ലേ, വാട്ട് ഇസ് ദാറ്റ്? நான் வேற இன்டர்வியூல கூட சொல்லியிருந்தேன், நான் எக்ஸ்பெக்ட் பண்ணாத ஒரு ஸ்வீட்டான விஷயம் வந்து இந்த சாங் நிறைய கிட்ஸுக்குலாம் ரொம்ப பிடிச்சதுன்னு சொல்லி அவங்க கிட்ஸோட வீடியோஸ், விஷஸ் இதெல்லாம் அனுப்புவாங்க. ப்ளஸ் நான் எந்த ஃபேமிலி ஃப்ரெண்ட் யாரை மீட் பண்ணாலுமே அவங்க வீட்டு கிட்ஸுக்கு தான் என்ன நிறைய தெரியும். ஸோ ദാറ്റ് വാസ് വെരി സ്വീറ്റ്. കാര്യട്ടോ അല്ലേ? ചെറിയ കുട്ടികൾക്കൊക്കെ ലാലേട്ടനെ മമ്മൂക്കനെ മാത്രമേ അറിയുള്ളൂ ഇപ്പോഴും. ഇവരൊക്കെ ഫേസ് തിരിഞ്ഞു വരുന്നുള്ളൂ, മനസ്സിലായോ? അല്ലതെ ഹൗ ഇസ് ഇറ്റ്? ഏതാ എളുപ്പം, സിനിമയാണോ കോണ്ടന്റ് ക്രിയേഷൻ ആണോ? ശരിക്കും സിനിമയാണ് എളുപ്പം, കാരണം അഭിനയിക്കാൻ പറയുമ്പോൾ അഭിനയിച്ചാൽ മതി. മറ്റേ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? മറ്റേ നമ്മളെല്ലാം കണ്ടുപിടിച്ച് കോണ്ടന്റ് ഒക്കെ നോക്കി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് നോക്കി അതൊക്കെ കണ്ടുപിടിച്ച് വേണം. പക്ഷെ ഇത് ഒരു ഡയറക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്താൽ മതി.
പക്ഷെ എനിക്ക് യൂട്യൂബ് ഇഷ്ടമാണ് ചെയ്യാൻ. യൂട്യൂബും രസമുള്ള യൂട്യൂബ് രസമുള്ള പരിപാടിയാണ്. കാരണം നമ്മുടെ ഈ സിനിമ ഇപ്പൊ രാവിലെ 6 മണിക്ക് രാത്രിയൊക്കെ നമുക്ക് ഉറക്കോളം ചെയ്യണം. യൂട്യൂബ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം, നമ്മുടെ കംഫർട്ടിന് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി നമുക്ക് ആഗ്രഹം സിനിമയായിരുന്നു പണ്ട് മുതലേ. ആണോ? പിന്നെ ഞാൻ സിനിമയാണ് പഠിച്ചത്, മൾട്ടിമീഡിയ. അപ്പം മൊത്തം സിനിമയെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം അങ്ങനെ എത്തിപ്പെടാൻ അവസാനം ആഗ്രഹം സിനിമയായിരുന്നു. സോ അവിടെ കറക്റ്റായിട്ട് എത്തിപ്പെട്ടു. എനിക്ക് 2024 എന്തെങ്കിലും സിനിമയുടെ ഒരു ഭാഗമാണെന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് ആ സമയത്ത് വയസ്സിലൊക്കെ വിളിച്ച് ഇതുപോലെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് പോയി കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു. അതിപ്പോ പ്രീതിയോട് ചോദിച്ച പോലെ നീ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആണല്ലോ. നമ്മൾ തുടങ്ങുന്നത് നല്ലതിലായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇത് ചൂസ് ചെയ്യണല്ലോ നമ്മള്. എങ്ങനെ ചൂസ് ചെയ്തേ? ഇത് എനിക്ക് പ്രീവിയസ്ലി വന്നിട്ടുണ്ടായിരുന്നു സിനിമയൊക്കെ 2 years മുന്നേ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബാംഗ്ലൂർ മാസ്റ്റേഴ്സ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് വിട്ടയക്കാനൊന്നും പറ്റൂല. അപ്പൊ ഇത് കറക്റ്റ് സമയത്താണ്, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് വന്നത്. അപ്പൊ ഞാൻ കഥ കേട്ടപ്പോഴും ഈ ക്യാരക്ടർ ഷൈൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, അത് എന്നായിട്ട് ഭയങ്കര എന്നോട് ഡയറക്ടർ പറഞ്ഞു നീ ചുമ്മാ വന്ന് നിന്നാ മതി, വേറെ ഒന്നും ചെയ്യേണ്ടത് മതി, നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അപ്പം എനിക്ക് വായിച്ചപ്പോഴും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരൂ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അർജുന പോലെ തന്നെയുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞോണ്ടാ. അതെന്തോ ഇപ്പം കൊറേ റിയാക്ഷൻസ് ഇടാനുണ്ട് നമുക്ക് കയ്യിൽ നിന്ന് ഇങ്ങനെ ഇവരൊക്കെ അതില് ഞാൻ പിന്നെ പുലിയാണല്ലോ എന്നൊക്കെ അല്ലെ റിയാക്ട് ചെയ്യാൻ പിന്നെ എന്നോട് ആരും പറയണ്ടെന്ന്. റിയാക്ഷൻ എന്നോട് പറഞ്ഞു കുറച്ച് റിയാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടാൽ മതി, വേറെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വായിച്ചപ്പോ രസമുണ്ട് അങ്ങനെ. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ തന്നെ ചെയ്താൽ മതി. ഈ റിയാക്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഒരാൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യത്തിന് എടുത്ത് അതിന്റെ നമ്മുടെ റിയാക്ഷൻ കൊടുക്കാനുള്ളൂ. നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ യൂട്യൂബിൽ അത് ചെയ്യുന്നത് നിങ്ങളെ പോലെ കുറച്ചു പേരുള്ളൂ. സിനിമ ഇറങ്ങാണല്ലോ, ഇതിന് റിയാക്ഷൻസ് വരുമല്ലോ. കർമ്മ പേടിയുണ്ടോ? ഇല്ല, ഞാൻ എന്റെ യൂട്യൂബിലാണെങ്കിലും കമന്റ്സ് ക്രിറ്റിസിസ് ആൾക്കാർ ചെയ്യുന്നതാണ്. അത് ഞാൻ എപ്പോഴും എന്റെ ഫസ്റ്റ് പോലെ പറയുന്നതാണ്, നമുക്ക് ചെയ്യാമെങ്കിൽ ആൾക്കാർക്ക് തിരിച്ചു ചെയ്യാൻ പറ്റും. അത് നമ്മള് വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യമില്ല, എന്താണെങ്കിലും വരാനുള്ളത് വരും. സോ അതെല്ലാം ഓപ്പൺ ആണ്. പിന്നെ ക്രിറ്റിസിസം ആണ് നമ്മളെ പുതിയ ഇതിലേക്ക് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നത്. പോസിറ്റീവ് ക്രിറ്റിസിസം അതെപ്പോഴും നോക്കിക്കാണുന്നതാണ്. ഞാൻ പറയുന്നില്ല എന്ത് കാര്യം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ അനിയൻ അവർ ഓരോ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അത് ഞാൻ അവരുടെ ഒന്നും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ആദ്യം കുറേ ക്രിറ്റിസിസം കിട്ടും, എല്ലാ ഭാഗത്തുനിന്നും ഇതൊക്കെ കിട്ടും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിൽ നിന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു ലെവൽ പിടിച്ച് പോയെന്ന് പറഞ്ഞു. ഞാൻ സിനിമ അങ്ങനെ നോക്കി കാണുന്നത്. ഇത് ആക്ച്വലി ഇപ്പൊ വന്നിട്ടുള്ള തിരിച്ചറിവാണോ അതോ യൂട്യൂബ് തുടങ്ങി കോവിഡിനൊക്കെ മുന്നേ ആ സമയത്തിനേക്കാളും മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങള് ഹൗ ഡു യു ഡു ദിസ് എന്തെങ്കിലും ഇത് ഇപ്പോഴും മനസ്സിന് കട്ടിയില്ലാത്തത് കൊണ്ട് കമന്റ് ചെക്ക് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് കമന്റ് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പം എന്റെ കമന്റ്സ് ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഒരു 300 കമന്റ് ഉണ്ടെങ്കിൽ ഒരു 290 കമന്റ് നമുക്ക് ഹാർട്ടും ലവും നല്ലതായിരിക്കും. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. 290 കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് 290 പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവര് പക്ഷെ എഴുതുന്നില്ല, ലവും ഇതൊക്കെ ഇട്ടാണ് ഇടുന്നത്. നമ്മൾ മറ്റേത് മാത്രം നോക്കുന്നുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി അത് പോകുന്നതാണ്, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എടുത്താൽ മതി. പറയാൻ എളുപ്പാട്ടോ, അത്ര എളുപ്പമല്ല അത് കുറച്ച് കിട്ടി നമുക്ക് ശീലിക്കും. അപ്പൊ കമന്റ് ഞാൻ ചെക്ക് ചെയ്യണം എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. ഫീഡ്ബാക്ക് കിട്ടും. നമ്മളിപ്പോ സ്ക്രിപ്റ്റ് എഴുതുന്നോണ്ട് വീഡിയോയിൽ എന്തൊക്കെ വർക്കായില്ലെന്ന് ആൾക്കാർ പറയും. അപ്പം നല്ലതാ ഫീഡ്ബാക്ക് അവിടെ. ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണല്ലോ, അതായത് സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇതുപോലൊരു സ്ക്രിപ്റ്റ് വരുമ്പോ അതിനെ കൺവിൻസ് ചെയ്യാൻ പാടുണ്ടാവോ? കാരണം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് നിങ്ങളുടെ തലയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ടർ ഭയങ്കര ഓപ്പൺ ആയിരുന്നു. എന്ന് വെച്ചാൽ പുള്ളി ഒരു സ്കെലിറ്റൻ നമുക്ക് തരത്തേ ഉള്ളൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് പറയാം നിങ്ങൾ കയ്യിൽ നിന്ന് എന്തെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തോ. അതായിരുന്നു ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്. കാരണം പുതിയ ADs ആണ്, നമ്മൾ കുറച്ചാൾ ഒരുമിച്ചായിരുന്നു സിനിമ തുടങ്ങുന്നതിന് 1 മാസം 2 മാസം. അപ്പൊ ആ ഒരു ഫ്രീഡം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരുമായിട്ട്. അപ്പൊ നമുക്കിപ്പം നമുക്ക് എന്തായാലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടറിനോട് പറയാം ഇത് നമുക്ക് വർക്കായില്ല. അപ്പം പറയാം പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് പുള്ളി തന്നെ അത് ചെയ്തിട്ട് പുള്ളിക്കും കൂടി കൺവിൻസ് ആയി കഴിഞ്ഞാൽ അത് തന്നെ പുള്ളി ഷൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഋതു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വയലൻസ് ഉള്ള മൂവീസ് അങ്ങനെ അത്ര വയലൻസ് ഉള്ള മൂവീസ് കാണാത്ത ഒരാളാണ്. പക്ഷെ മുറ ഞാൻ കണ്ടിരുന്നു, അവസാനം വരെ കണ്ടു. അവസാനം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ അത് എനിക്കും കൂടെ കിട്ടി. സിനിമ കഴിഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ എനിക്ക് ഡീപ്പ് തലവേദനയായിരുന്നു, ഭീകര തലവേദനയായിരുന്നു. അതായത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇനി എന്താ സംഭവിക്കും, ഇനി ഇവനെയും പിടിക്കുമോ, ഇവനെയും വെട്ടു, ഈ സാധനം ഓർത്തിട്ടുണ്ടല്ലോ. കാണുണ്ടായിരുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. കാരണം എനിക്ക് ഞാൻ ഭയങ്കര നമ്മൾ പിടിച്ചു കെട്ടി വെക്കുന്ന ഒരു ഫീലായിരുന്നു. കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷെ ആലോചിക്കുമ്പോൾ ദാറ്റ് ഈസ് യുവർ സക്സസ് അല്ലെ? ആസ് എൻ ആക്ടർ നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. യു ആർ എ വണ്ടർഫുൾ ആക്ടർ.
കിഡിലനായിരുന്നു. അതായത് മുറ കിഡിലൻ. ഇതേ സാധനം സുരാജേട്ടൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവര് പയ്യന്മാരല്ലേ, ഇത്രയും ചെറിയ പയ്യന്മാരെ വെച്ചിട്ടാണോ നീ ചെയ്യിപ്പിക്കുന്നത്, ലീഡല്ലേ പിള്ളേരെന്ന് ചോദിച്ചു. പക്ഷെ ഇവരുടെ വർക്ക് കണ്ടപ്പോ ഒന്നും പറയാനില്ല. എനിക്ക് അതിനെക്കാളും സർപ്രൈസിങ്, ഞാൻ അതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്ത മറ്റോ 3 പേരും അവരൊന്നും ചെയ്തിട്ടില്ല. അവന്മാര് എന്തൊരു കിടലുമായിരുന്നു. അത് സത്യം. എനിക്ക് എക്സ്പീരിയൻസിലും ഉണ്ട്. അവന്മാര് തീരെ എക്സ്പീരിയൻസ് ഇല്ല, എന്നിട്ട് അവന്മാരെ പിടിച്ച് ആ പരിപാടി അവന്മാരെ അവതരിപ്പിച്ചു. അത് ഭയങ്കരമായിരുന്നു. റിയ ഇസ് യുവർ അനിയത്തിനോ? അപ്പൊ അനിയത്തി റിയയുടെ ഒരു ഷോർട്സ് എന്തുകൊണ്ടപ്പോ റിയ അതിൽ പറയേണ്ടത് ഋതുവിന് സിനിമ മാത്രമേ ഉള്ളൂ. അതായത് ചെറുപ്പം തൊട്ട് എന്താവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ടർ, അതാണ് അവൻ അന്ന് തൊട്ടേ പറയാം. അത്ര പാഷനേറ്റ് ആണെന്ന്. അങ്ങനെ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയിലേക്ക് വരുന്ന ഒരാൾക്ക് സിനിമയിൽ വരിക, ഇതുപോലെ കുറച്ച് സിനിമകൾ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ നല്ല ആക്ടർ ആണെന്ന് പറയാ. ക്യാൻസ് പോലെ ഞങ്ങളൊക്കെ ടിവിയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സാധനത്തിൽ നേരിട്ട് ചെന്ന് നിൽക്കുക, അവിടെ നിന്ന് ഇങ്ങനെ ഗ്രാൻഡ് പ്രീ പോലെ സ്വന്തമായി ചെയ്ത് നിങ്ങൾ അഭിനയിച്ച ഒരു സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുക, സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടുക. ഇറ്റ് ഈസ് ആക്ച്വലി ഭയങ്കര ഹൗ ഡസ് ദിസ് ഫീൽ? ഇപ്പൊ ഇങ്ങനെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻസ് ഇരിക്കുമ്പോ ഇപ്പോഴൊരു ഫീൽ എന്താ? ഇതൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര പൊങ്ങിയിരിക്കുവാണ്. ഇതൊന്നും പറയുമ്പോ മറന്നിരിക്കുകയാണ്. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ മെയിനെ പേർക്ക് മാത്രം ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ചേരാൻ മൂഡ് വന്നു. താങ്ക് യു സോ മച്ച്. ഇല്ല, ഈ ക്യാൻസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ അവിടെ പോകുന്ന നിങ്ങൾ സ്റ്റാർസിന്റെ ലുക്ക്, അവിടെ വരുന്ന സിനിമകളെ കുറിച്ച് ഉണ്ടാവുന്ന ഡിസ്കഷൻസ്, ഇതൊക്കെ നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. നേരിട്ട് അവിടെ പോയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് നമുക്ക് പറഞ്ഞത് എന്താ പറഞ്ഞുതരാ? അത് ഭയങ്കര, നമുക്ക് ഈ ആക്ടേഴ്സ് എല്ലാവരും സ്റ്റേ അറേഞ്ച്ഡ് ഉണ്ടായിരുന്നു. പിന്നെ 5 days ആയിരുന്നു ക്യാൻ്റെ പരിപാടി. ഫസ്റ്റ് ആ ഇന്റർവ്യൂസ്, ഇതും 2 days ഇന്റർവ്യൂസും മറ്റതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും 3rd day റെഡ് കാർപ്പറ്റ്, 4th day ഫോട്ടോ കോൾ എന്ന പരിപാടി. അപ്പോൾ അതിനൊക്കെ ഓരോ ആൾക്കാരും ഭയങ്കര പാക്ഡ് ആയിരുന്നു. രാവിലെ എഴുന്നേക്കുന്നു, ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇന്റർവ്യൂവിന് പോകുന്നു, പിന്നെ വേറെ സ്ഥലത്ത് പോകുന്നു. അപ്പോൾ അതൊക്കെ ഓരോ മൂമെന്റ് ഭയങ്കര, നമ്മളിതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട്. അത് നമ്മൾ സിനിമ ലവേഴ്സ് ആണല്ലോ എല്ലാവരും, നമ്മളെല്ലാ സിനിമ ലവേഴ്സ് അല്ലേ. അപ്പൊ നമുക്ക് ക്യാനിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാലോ എന്താ അതിന്റെ എഫക്ട് എന്ന്. ഒരു ക്ലൗഡ് നൈൻ ഭയങ്കര. അത് കഴിഞ്ഞ തിരിച്ച് വന്നിട്ടാണ് ഞാൻ അതിനെ പറ്റി ആലോചിച്ച് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുന്നേ ബ്ലാങ്ക് തന്നെ. അവിടെ വെച്ച് അന്ന് പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്ത് ബെറ്റ് വെച്ച 10,000 രൂപ കിട്ടിയോ? കിട്ടിയില്ല. ചോദിക്കേ, അതൊക്കെ ചോദിച്ചു മേടിക്കേ. കാസ്റ്റിനൊക്കെ നല്ല ഈ ലാപ്പത്ത ലേഡീസിന്റെ ഡയറക്ടർ എടുത്ത് അങ്ങോട്ട് പോയി ചാൻസിനെ കുറിച്ച് സംസാരിച്ചാൽ ഷീ കെയിം ടു യു. എന്തായിരുന്നു അത്? എനിക്ക് സ്റ്റോറി. ഞാൻ ആക്ച്വലി ഈ ഇടയ്ക്ക് ഒരു ഓഡിഷൻ കൊടുത്ത് റിജക്റ്റ് ആയി. ഫസ്റ്റ് ലാപ്ത ലേഡീസ് എന്ന് പറഞ്ഞ സിനിമ, സെയിം ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു. ലാപ്ത ലേഡീസിന് ഓഡിഷൻ ചെയ്തു. കുറെ സിംഗ് സൗണ്ട് ആയിരുന്നു പടം, ബിഹാരി സ്ലാങ് വേണം. അവിടെ കിരൺ ജി പറഞ്ഞു, ഓക്കെ യു ഹാവ് ടു സ്പീക്ക് ഇൻ ദ ബിഹാരി സ്ലാങ്. ഒരു മാം ഗിവ് മീ ലിറ്റിൽ മോർ ടൈം, ഐ ക്യാൻ ഡു ഇറ്റ്. പറഞ്ഞു 1 മാസം കൂടെ ഉള്ളൂ ഷൂട്ട് തുടങ്ങാൻ, സിംഗ് സൗണ്ട് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, സോറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓൾ ഇമാജിനേഴ്സ് ലൈറ്റ് കഴിഞ്ഞു നടന്നത്. സെയിം കാസ്റ്റിംഗ് ഡയറക്ടർ കിരൺ ജിയുടെ വേറൊരു ലവ് സ്റ്റോറീസിന്റെ 4ാമത്തെ, അതിനുവേണ്ടി ഞാനും വമിക ഗബിയും ഇത് ഓഡിഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഓഡിഷൻ ചെയ്ത് എനിക്ക് വീണ്ടും കിട്ടിയില്ല. കിരൺ ജി പറഞ്ഞു, സോറി ഋതു, അഗൈൻ നെറ്റ്ഫ്ലിക്സ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സം അതർ കൈൻഡ് ഓഫ് ആക്ടേഴ്സ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വമിക്ക് കിട്ടിയ വമിക്ക് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വേറൊരു സിനിമയെ വമിക്കെ മീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ സിനിമയൊന്നും പറയുന്നില്ല, മലയാളം തന്നെയാണ്. മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പുള്ളിക്കാരി ചോദിച്ചു, യു ഡു ഗെറ്റ് സിനിമ? ഞാൻ ചോദിച്ചു, പുള്ളിക്കാരിക്കും കിട്ടിയില്ല. സമാധാനം. പക്ഷെ ഈ പറയുന്നതൊക്കെ ഇന്ത്യൻ ഫിലിമിന്റെ കാര്യം. ഞാൻ ഇവനെ വിളിക്കുന്നത് മറ്റേ പുറത്തുനിന്നൊക്കെയാണ്, സ്പാനിഷ് സിനിമ എന്നൊക്കെ. ഞാൻ വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. റഷ്യൻ സിനിമ ഓഡിഷൻ ആയിരുന്നല്ലേ? അപ്പൊ ആക്ച്വലി നമ്മൾ ഒരു ഇന്റർനാഷണൽ സ്റ്റാറിനോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. കിട്ടിയില്ല റഷ്യൻ സിനിമ. അതൊന്നും ഇൻസൾട്ട് ആണ് മുരളി. അവര് ടാലന്റ് കണ്ട് വിളിച്ച് സത്യം, അത് തന്നെ വലിയ കാര്യമല്ലേ. നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് എ ബിഗ് ഡീൽ. അതെ, നമ്മൾ അതായത് ഇത്രയും ചെറിയ സിനിമകളിൽ ഋതുവിനെ ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു നല്ല ആക്ടർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി അതെനിക്കത് കേൾക്കുമ്പോ എനിക്ക് ബൂസ്റ്റ് ആണ്. നമുക്ക് ഇനിയും ബെറ്റർ ആവണം എന്നൊരു സാധനം. ഈ ടൂറിസ്റ്റ് ഫാമിലിയിൽ ചെയ്യാനിരുന്ന ക്യാരക്ടർ വേണ്ടാന്ന് വെച്ച് അവിടെ കഥയിൽ ചോദ്യമില്ല കുഞ്ഞെ, വേണ്ടാന്ന് വെച്ച് ചെയ്ത സിനിമയാണ് മേനെ പ്യാർ കിയ അല്ലേ? ടൂറിസ്റ്റ് ഫാമിലി അല്ല, അതുകൊണ്ട് ചെയ്തല്ല. പക്ഷെ ടൂറിസ്റ്റ് ഫാമിലിയുടെ അത് വേണ്ടെന്ന് അല്ലേ?
അതെ, അതെന്താ വേണ്ടാന്ന് വെക്കാൻ കാരണം? എന്താന്നറിയില്ല, പക്ഷെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യായിരുന്നു കാരണം ഞാനേ പടം കഥ കേട്ടപ്പം ഹിറ്റാവെന്ന് വിചാരിച്ചു. കാരണം ഡയറക്ടർ ഭയങ്കര ബ്രില്യന്റ് മാനാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ക്യാരക്ടർ കേട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പടം മിഥുൻ ചെയ്ത ക്യാരക്ടറായിരുന്നു. ആര് ക്യാരക്ടർ? മിഥുൻ മിഥുൻ ചെയ്ത character. അതിനകത്ത് രണ്ട് ബോയ്സിൽ ഒരാള് ചെയ്യായിരുന്നല്ലേ? നൈസായിരുന്നു, നല്ലായിരുന്നു. നിനക്കെല്ലാം ചെയ്യാൻ പറ്റും. തമിഴ്നാട്ടിൽ എല്ലാരും അല്ലേ അറിഞ്ഞേനെ. ഉങ്ങളെ പാരാട്ടിട്ട് അങ്ങനെയല്ലേ അതിന്റെ സാധനം വരുന്നുണ്ട് ഭയങ്കര അഭിപ്രായമുള്ളായിരുന്നു. ഷാന വരുന്നുണ്ട് വിത്ത് അത് അത്രേ ഉള്ളൂ, അവൻ പറയും ബാക്കി. അതെന്താ അത് ഡൂഡ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട്. പ്രദീപ്, മമിത ബൈജു, പ്രദീപ് രംഗനാഥന്റെ, മമിത ബൈജു ഉണ്ട്, ശരത് കുമാർ സാർ ഉണ്ട്. കൊറേ സിനിമകൾ ഇങ്ങനെ ലൈൻഡപ്പ് ആണ് അല്ലേ? ഇതല്ലേ നമ്മുടെ ജോലി. ഞാൻ പറഞ്ഞ പുള്ളി റഷ്യ എന്നൊക്കെ വിളിക്കും. ഞങ്ങളെ ആശംസ വീഡിയോ ഒക്കെ എടുക്കാൻ മാത്രമേ എടുത്ത് അയച്ചു കൊടുക്കാനാ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ആശംസ വീഡിയോ എടുക്കാനായിട്ട് കോൾ വരുമോ? കോമഡി അടിക്കുന്നത് അല്ല, അർജുന മൂടല്ലേ ഇത്? മൂടല്ലേ? മൂഡ് ആശംസ അങ്ങനെ വരാറുണ്ട്. പിന്നെ ഓണൊക്കെ ആശംസയോ? ഞാൻ പറഞ്ഞ ആശംസ വീഡിയോ അത് അയച്ചു കൊടുക്കും. മൂടല്ലേ ഒന്ന് അങ്ങനെ ആശംസ വീഡിയോ വരാറുണ്ടല്ലേ ബ്രോ? പിന്നെ ഇഷ്ടംപോലെ വരാറുണ്ടോ? നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്? ട്രെൻഡ് ഔട്ട് ആയി അറിയാവുന്നവരെ അയക്കുമ്പം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ അച്ഛനൊക്കെ വിളിച്ചിട്ട് നാട്ടിലെ മറ്റേ അച്ഛനൊക്കെ പറയൂ. അച്ഛനും അമ്മയൊക്കെ മറ്റേ ഇവരുടെ കൂട്ടുകാരുടെയൊക്കെ മറ്റേ അമ്പലത്തിലെ ആശംസ വീഡിയോ, ഉത്സവം ഇതൊക്കെ ചെയ്ത് കൊടുക്കും. അതെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട്. ഇഷ്ടം ആശംസ വരാറുണ്ട്. പിന്നെ അവര് നമ്മളുള്ള ഒരു സ്നേഹമൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ചിലതൊക്കെ ഭയങ്കര ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ ഒരു ഭയങ്കര കട്ടിയുള്ള പേര്. അത് ഞാൻ ചെയ്യൂല. ജിഡാക്സ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഓണ പ്രോഗ്രാം അങ്ങനത്തെ പേരുകളൊക്കെ ഇതിലും വരുന്ന പരിപാടി മേനെ പ്യാർക്കിയില് എന്റെ ക്യാരക്ടർ ഫുട്ബോൾ ഗ്രൂപ്പിലുണ്ടോ? ഞാൻ അവിടെ മാനേജറും കോച്ചും ക്യാപ്റ്റനും എല്ലാം ഞാൻ തന്നെയാണ്. FC ഉണ്ണിക്കുളം എന്നാണ് ഞങ്ങളുടെ ഉണ്ണിക്കുളം FC. നിങ്ങള് പേര് കറച്ച് പഠിക്കുക. അത്ലറ്റിക്കോ ഉണ്ണിക്കുളം. ക്യാപ്റ്റനും എല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ ഗസ്റ്റ് കളിക്കാൻ പുറത്തൊക്കെ പോകും. അങ്ങനെ ഒരു അപ്പൊ ഈ കാലം വെച്ചത് എങ്ങനെ സെറ്റ് ചെയ്ത്? അന്നില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഒരു മാസമല്ലേ ആയുള്ളൂ. ശരിയാണല്ലോ അല്ലേ? അന്ന് കാലൊക്കെ നല്ല കാലായിരുന്നു. ഇത് നാട്ടിലെ ടൂർണമെന്റ് ക്രിക്കറ്റ് കളിച്ചപ്പോൾ ക്യാച്ച് എടുക്കാൻ പോയതാണ്. മഴയായിരുന്നു. സ്ലിപ്പായിട്ട് ഞാനൊരു കുഴിയിൽ വീണു. കുഴിയിൽ വീണിട്ട് താഴെ കോൺക്രീറ്റിൽ പോയി കാലടിച്ചു. പിന്നെ ആളുകളിനോട് ഒന്ന് പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അതാണ് സംഭവിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ കറന്റ്ലി? ഇപ്പോൾ ലിഗമെന്റ് ചെറുതായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 മാസം റെസ്റ്റ് പറഞ്ഞേക്കാം. അതുകൊണ്ട് ഈ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കാലിൽ. അതാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഈ മുറയിൽ മൊത്തം ഇടിയും കുത്തും ബഹളവും തല്ലി താഴിടലും ഒക്കെ പരിപാടിയാണല്ലോ. ഈ ഏതെങ്കിലും സാധനം ടൈമിംഗ് തെറ്റി കൃത്യമായിട്ട് കിട്ടിയായിരുന്നോ? അത് കിട്ടും. നല്ല അടി വാങ്ങിയിരിക്കാൻ. നല്ല അടി വാങ്ങിയിരിക്കാൻ. എസ്പെഷ്യലി മുറ. കാരണം ഡയറക്ടറിന്റെയും സ്റ്റണ്ട് മാസ്റ്ററിന്റെയും ബ്രീഫ് ഇങ്ങനെയായിരുന്നു. എടാ നമുക്ക് ഒരു റോപ്പ് പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ റോപ്പ് ഇതൊന്നും വേണ്ട, മാക്സിമം നിങ്ങൾ പയ്യന്മാരല്ലേ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പുസ്തകം പറഞ്ഞു. കിട്ടുന്നത് നമുക്കാണ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അടുത്ത് വന്ന പടങ്ങളിൽ സ്റ്റണ്ടില് റോ പരിപാടി കറക്റ്റ് ആയിട്ട് നമ്മള് നാട്ടിലൊക്കെ തല്ലുകൂടുന്ന സ്റ്റണ്ട് മാസ്റ്റർ ഒക്കെ അടിപൊളിയായിരുന്നു ബ്രോ. നമ്മുടെ PC സ്റ്റണ്ട് മാസ്റ്റർ പുള്ളി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റണ്ട് മാസ്റ്റർ എല്ലാവരും ഭയങ്കര ബഹളം, പേടിക്കും. നമ്മൾ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ചോദിക്കാൻ പേടിച്ചിരിക്കും. കാരണം എപ്പോഴും ബഹളമാണ്. അവര് സ്റ്റണ്ട് അസിസ്റ്റന്റിനോടും ബഹളവാ, എല്ലാവരോടും ബഹളവാ. പക്ഷെ ഈ ഇത്രയും ശാന്തനായ മനുഷ്യനെ കണ്ടില്ല. തങ്കമേ ഇത് വേണം സത്യമായിട്ട് ഇങ്ങനെ സ്റ്റണ്ട് മാസ്റ്റർ അസിസ്റ്റൻസിനോട് നമിച്ചത്. ഇത്രയും കൈൻഡ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്റ്റണ്ട് മാസ്റ്റർ ഞാൻ കണ്ടില്ല. ഭയങ്കര കൈൻഡ്. അവസാനം വരെ പുള്ളി സോഫ്റ്റ് വോയിസ് മാക്സിമം. എന്നടാ ദേഷ്യം പറയുന്നത് എന്നടാ ഇപ്പടി മാക്സിമം അതുക്ക് മേലെ വരാது. അടിപൊളി. നമുക്ക് പേടി വരുമ്പോൾ അവർ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഞാനൊരു പടത്തിൽ സ്റ്റണ്ട് ചെയ്തപ്പോൾ എനിക്ക് പേടിയായിപ്പോൾ ഇങ്ങനെ റോപ്പിൽ പോയിട്ട് ഇങ്ങനെ വീഴണം. അപ്പം ഞാൻ മാസ്റ്റർ എനിക്ക് പേടിയാ. തങ്ങുവാ ഇത് വന്ന് പൂ പറിക്കാൻ മാത്രമേ പൂവില്ലേ இந்த பூ எடுத்து ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ഇടും. അതിനോട് നേരെ എടുത്ത് തന്നെ തറലോട്ട് ഒറ്റ സാർ നിങ്ങൾ നാട്ടിൽ ഇന്ത മാതിരി
ആലോചിച്ചു നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ മൂറി? അതൊരു പുള്ളി അതെല്ലാം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടേ സൈഡ് ചെയ്തിട്ട് സൂപ്പർ. ഈ സ്റ്റാറിന്റെ പ്രസ് മീറ്റിന്റെ സമയത്താന്ന് തോന്നുന്നു ഐ ഹേർഡ് യു സേയിങ് കി ഒരു വർഷത്തേക്ക് മുന്നാടി എങ്കിട്ട് ഞാനൊരു സിനിമയില് ലീഡ് റോള് ചെയ്യുന്നു പറഞ്ഞിരുന്ന ഐ വുഡന്റ് ഹവ് ബിലീവ്ഡ് ഇറ്റ് എന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. വൈ ഡിഡ് യു സേ സോ? സിനിമ വാസ് നോട്ട് ഇൻ യുവർ ലിസ്റ്റ്? நாட் ரியலி. ஸ்லோலி தான் எனக்கு அந்த பேஷன் வந்தது. ஸோ எஸ்பெஷலி லீட் ஆக்ட் எனக்கு ஒரு நெட்ஒர்க்குள்ளே வரதுக்கு ஒரு ஆக்சஸே இல்லை இனிஷியலி. ஸோ ரொம்ப ஒரு என்னாச்சு ഒന്നുമില്ല, അവനെ കളിയാക്കുന്നു, കിண்டൽ പண்றது அந்த பையன்மாரு. ஓகே ஓகே இந்த பையனை ஓகே உங்க பேர் வச்சு. ஓ அதான் எனக்கு ஸ்லோலி அந்த பேஷன் வந்துச்சு. நான் லீட் ஆக்ட்ரஸாக என்ன லைக் இவ்வளோ சீக்கிரம் செலக்ட் பண்ணுவாங்க, அதனால தான் அப்படி சொன்னேன். அந்த ஸ்டார் കഴിഞ്ഞിട്ട് ஹவு டிட் இட் ஃபீல்? என்னால் ஸ்டார் பார்க்கவே முடியல, ரொம்ப இப்படி தான் பார்த்தேன். அது ஒரு நம்ம ஆக்டிங்கை நம்ம பார்க்கறது ஒரு கிரிஞ்சாகும். അങ്ങനെ ഇല്ല இல்லை ഋതു അത് ഞാൻ ഈ സത്യം പറയുള്ളൂ, ഈ പോസ്റ്റിനിട്ട് ഞാൻ കുറച്ച് കട്ട ക്രിഞ്ചടിച്ചു. അത് നമ്മളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡയറക്ടർ അടുത്ത് അല്ല വേറെ എല്ലാരും പറയുമ്പോൾ അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡയറക്ടർ ചോദിച്ചു, വേടാ നിങ്ങളായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലാതെ അതൊരു നല്ലൊരു പരിപാടി എന്ന് പറഞ്ഞു. അത് പ്രീതി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പരിപാടി കാണുമ്പോൾ കുറച്ചൊരു ക്രിഞ്ച് നമുക്ക് തന്നെ തോന്നും, നമ്മളായതുണ്ട്. കുറച്ചും കൂടെ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും ക്രിഞ്ചാണോ ശരിക്കും നല്ലതാണോ ശരിക്കും അനലൈസ് ചെയ്യണം. നല്ലത് അതെങ്ങനെയാന്ന് അറിയില്ല. കമലഹാസൻ ജീന് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഈ പറഞ്ഞ മാതിരി ഉലക നായകന്റെ കൂടെ സീൻ എ ഫോട്ടോ വിത്ത് യു. പിന്നെ മുറ ടീം മൊത്തത്തിൽ വിക്രമിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു. ഹൗ വീരധീര സൂര അതിന്റെ സമയത്ത് പ്രൊഡക്ഷൻ റിലേഷൻ ആയിട്ട് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ നിങ്ങൾ അവിടെ പോയി കണ്ടോ? ഞാൻ ജോയിൻ ചെയ്തു, ടീമിനോട് ജോയിൻ ചെയ്തു, നമ്മളെ പ്രൊഡക്ഷൻ ചെയ്തു. അപ്പൊ ഞാൻ ആക്ച്വലി പടത്തിൽ ഇൻവോൾവ് അല്ലായിരുന്നു. കാരണം ആ സമയത്തായിരുന്നു മുറയും ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് പിന്നെ മുറയും നടന്നു. വീരധീരസ്വരം കുറച്ചുകൂടെ ലോങ്ങർ പടമായിരുന്നു. അപ്പൊ ഞാൻ ഇൻവോൾവ് ചെയ്തില്ല. പക്ഷെ നമ്മുടെ മുറ സിനിമ സപ്പോർട്ട് ചെയ്യാൻ വിക്രം സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ടീമായിട്ട് ഞാൻ പോയി കണ്ടു വിക്രമിനെയൊക്കെ. അപ്പൊ കമലഹാസൻ സാറിനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് മീറ്റ് ചെയ്യാൻ പോയതാണ്. എന്തിന്? വാട്ട് ഫോർ? ചുമ്മാ സത്യമായിട്ടും ചുമ്മാ എന്തിനാ കമലഹാസൻ സാറിനൊക്കെ അങ്ങനെ വെറുതെ ഒക്കെ പോയ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് കാണാൻ പറ്റും? കമലഹാസൻ സാറിനല്ലേ അങ്ങനെ കാണാൻ പറ്റുള്ളൂ, വേറെ ആരെ കാണാൻ പറ്റും? അവർ എതുക്ക് അപ്പോയിന്റ്മെന്റ് കേക്കില്ല. നാണു ഉങ്ങളെ മാതിരി ഒരു നടികർ സാറിന് சொன்னேன். എന്താ நானும் உங்களை மாதிரி ஒரு நடிகர், சின்ன ஒரு நடிகர், உங்களை பார்த்து என்ன மாதிரி எல்லாம் கத்துக்கலாம்னு சொல்லிட்டு நான் போனேன். ട്രെയിലർ കാണിച്ചിട്ട് പടത്തിന്റെ ആദ്യത്തെ ട്രെയിലർ ഇങ്ങനെ കുറെ നേരം കണ്ടിട്ട് എന്നെ നോക്കി ഫോൺ വെച്ച് അത്രേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. ഏത് സിനിമയുടെ? തഗ്സിന്റെ. ഞാൻ ആക്ച്വലി കുറെ എന്തൊക്കെയോ ചോദിക്കാൻ വേണ്ടി പോയതാ. പോയി മീറ്റ് ചെയ്തത് പുള്ളി ഒരു ഇൻട്രാക്ഷനില്ലോ ഹലോ കഴിഞ്ഞ്. പിന്നെ വേറെ കഴിഞ്ഞ് പിന്നെ നോട്ടം തന്നെ വല്ലപ്പോഴോ ഇങ്ങനെ നോട്ടമൊക്കെ. അപ്പോൾ പുള്ളി എന്താ ഇങ്ങനെ നോക്കണേ? ശരി, ചിലപ്പോൾ പുള്ളിയുടെ സ്ഥായഭാവം ആയിരിക്കും എന്ന് വിചാരിച്ചു. ട്രെയിലർ കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു ശരി അണ്ണാ ഞാൻ ഇറങ്ങുക. ശരിക്കും പോയി ചുമ്മാ സംസാരിച്ച് ട്രെയിലർ കാണിച്ചു പോന്ന അങ്ങനെയൊക്കെ പോയി കാണാനൊക്കെ പറ്റുമോ? ഒരു ചാൻസ് കിട്ടി, കാരണം എനിക്ക് മഹേന്ദ്രനെ അറിയായിരുന്നു, രാജ് കമൽ ഫിലിമിലെ മെയിൻ ആളെ. അപ്പൊ അങ്ങനെ ആയ വഴി ഞാൻ കുറെ നാൾ ട്രൈ ചെയ്ത് അങ്ങനെ പോയി മീറ്റ് ചെയ്തു. ഈ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റില് ഒരു സീൻ ഉണ്ടല്ലോ, ദിവ്യപ്രഭയുടെ ക്യാരക്ടർ ചോദിക്കുന്നത്, നീ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഒരു 10-15 വർഷം കഴിഞ്ഞിട്ട് നീ എവിടെ ആയിരിക്കും, എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിക്കാറുണ്ട്. ഇപ്പൊ ഇഫ് ഐ ആസ്ക് യു ദ സെയിം ക്വസ്റ്റ്യൻ, ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ്, അതായത് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ ആണല്ലോ, where do you see yourself? ഒരു പ്രോപ്പർ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യം പോലെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ, ബട്ട് കുറച്ചും കൂടെ അധികം പഠനം ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടർ എങ്ങനെയെങ്കിലും വിത്തിൻ ഒരു 5 years അങ്ങനെ അതുകൊണ്ട് എനിക്ക് ദിലീഷ് പോത്തിനോട് വർക്ക് ചെയ്യണമെന്നുണ്ട്. ആക്ടേഴ്സ് എനിക്ക് ഫഹദ് ഫാസിൽ, ഷാനൂക്കാരോട് വർക്ക് ചെയ്യണം. തൽക്കാലം ഇത് രണ്ടുപേരും മാത്രം. ഓക്കെ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് മൂവി. നിവിൻ പോളിയുടെ കൂടെ അടുത്ത സിനിമ വരുന്നില്ലേ? സിനിമയെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? அது ஒரு ராம்-காம் நெக்ஸ்ட் மந்த் தான் ஷூட்டிங். எனக்கு நெக்ஸ்ட் மந்த் தான் ஷூட்டிங். എപ്പോഴത്തേക്ക് അതിന്റെ റിലീസ് എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ക്രിസ്മസ് റിലീസ് പ്ലാൻ പண்றேன். ഈ ക്രിസ്മസിന്? അപ്പൊ ഷൂട്ട് ഓൾറെഡി തുടങ്ങി. നെക്സ്റ്റ് മന്ത് എന്നോട് പോർഷൻ. ഓക്കെ, അതല്ലാണ്ട് വേറെ ഏതെങ്കിലും മൂവീസ് ഉണ്ടോ? മലയാളത്തിലെ ഇപ്പോ ഇവളതാണ്. തമിഴില് വേറെ ഒരു 4 പടം
ഇപ്പൊ ഈ എങ്ങനെയുണ്ട് ഇപ്പൊ, അതായത് ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ടു എ മൂவி ஸ்டார்? நான் ஃபர்ஸ்டே மூவி சைன் பண்ண ஆரம்பிச்சதுக்கு அப்புறம் தான் சோஷியல் மீடியாவில் ஃபேமஸ் ஆச்சு. ஸோ எனக்கு ஆப்பர்ச்சுனிட்டி இன்னும் இன்க்ரீஸ் ஆனது, லைக் ஐம் ரியலி ஹாப்பி அந்த விஷயத்துக்கு. பிகாஸ் அந்த ஸ்டேஜ் வரது தான் கஷ்டம். அந்த பீப்புள் எல்லாருக்கும் தெரியறதுக்கு ஒரு பிளாட்ஃபார்ம் கிடைக்கிறது தான் கஷ்டம். ஸோ தட் ஹேப்பன் ஃபாஸ்ட் ஃபார் மீ. ஸோ ஐம் ரியலி ஹாப்பி. இந்த மாதிரி ഫാൻസ് എല്ലാം വരുമോ എവിടെ പോയാലും? മീറ്റ് ചെയ്യാം. ക്രിഞ്ച് ഫാൻസ്. ഇവന് ഗേൾഫ്രണ്ട് ഉണ്ട് കേട്ടോ. പാവം. ഇപ്പൊ 3 സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഇരിക്കുന്നില്ല. ഫൈനലി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഈ നെഗറ്റീവ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക? അതിൽ അർജുൻ ആദ്യ കാര്യം പറഞ്ഞു, എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുക? കുറച്ച് ഞാൻ എല്ലാ കമന്റുകളും വായിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ കുറെ വർഷമായില്ലേ ഇത് കേട്ട് കേട്ടിപ്പോ തഴമ്പിച്ചു. ആദ്യമൊക്കെ ഇത് ഹർട്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ ഒന്നും തോന്നാറില്ല. ഇപ്പൊ മെയിനെ പേർക്ക് ഫുൾ ഓഫ് ഫീലിങ്സ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എല്ലാം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കാണാനിരിക്കുന്ന ആളുകളോട്ട് ടു വൈൻഡ് ഇറ്റ് അപ്പ് എന്താ പറയാനുള്ള? കംപ്ലീറ്റ് പാക്കേജ് ആണ്. എല്ലാരും ഓണത്തിന് എല്ലാത്തരം ഓഡിയൻസിനും ഫുൾ ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഓണത്തിനാണ്. നിങ്ങൾ കണ്ടിട്ട് ആർപ്പോ ഇറോ എന്ന് പറഞ്ഞിറങ്ങി ഡയറക്ടർ എല്ലാരും ആക്ച്വലി സീരിയസ്ലി ഹാപ്പി ആയിട്ട് ആഘോഷിച്ച് തിയേറ്ററിൽ ഇറങ്ങി പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പടം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഡബൊക്കെ ചെയ്തപ്പോ എനിക്ക് അതാ മനസ്സിലായത്. അത് തന്നെയാണ് സെലിബ്രേഷൻ എല്ലാവർക്കും. അപ്പൊ സെലിബ്രേറ്റ് ചെയ്തിട്ട് ബാക്കി ഞങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വൺ ഓഫ് എ കൈൻഡ്.